തമ്പ്രാക്കന്മാരെ, തമ്പുരാട്ടിമാരെ, ഇവിടെ ആരും ഇല്ലേ? ഒന്നും ഒച്ച വശമൊന്നും ഇല്ലല്ലോ. ശൈത്താനെ ഒടയോനെ, നിങ്ങൾ എന്താ ഇങ്ങനെ പിടപിടിപിട ആയിക്കൊണ്ടിരിക്കുന്നത്? ചെണ്ട കൊട്ടുന്നതാ. ഇങ്ങനത്തെ ഇടത്തേക്ക് വന്നില്ലേ ചെണ്ട കൊട്ടാൻ? എന്റെ നടുപോയേ, എന്റെ നടുപോയേ. നീ എവിടുന്ന് വരുന്നത്? എന്റെ കഥയെല്ലാം അറിയോ? എന്തിനാ ഇടത്തേക്ക് വന്നിനി? ഇതെവിടെയാന്ന്? കക്കാട്ട് മാലോ, മാലവും കൂല, കൂലോ മാലോ. നിങ്ങ എന്തിനാ വന്നിനി? ഒരു ഉമ്മമാരെ ഒരു തെയ്യമുണ്ട്, തെയ്യം കെട്ടാൻ വന്നതാ. ശൈത്താനെ, ശൈത്താനെ, എവിടെയോനെ? നിങ്ങ എത്ര കൂട്ടങ്ങളുണ്ട് ഇങ്ങനെ ഇവിടെ വന്നത്? 14 കൂട്ടം. അതേതല്ലാന്ന് ഒന്നും അറിയുന്നെല്ലാം പറയും. എല്ലാരും എന്റെ ഇങ്ങനെ കൊറേ എന്റെ കൊറേ ശൈത്താന്മാരും കുറെ ഇവിടെ വന്നിട്ടുണ്ട് എന്നെ കാണാൻ വേണ്ടിട്ട് കേട്ടോ. വെള്ളിയാഴ്ച ഉറൂസിന് പോണം. അതൊരു വലിയ കഥയാണ് കേട്ടോ. നിങ്ങള് എത്ര ഇടുന്ന് വരുന്നത്, എന്തെന്ന് എത്ര കൂട്ടം കനലാടിമാരിലുണ്ട് ഒന്ന് എനിക്ക് പറഞ്ഞു തരുവാ? 14 കൂട്ടം എന്ന് പറഞ്ഞില്ലേ? 14 കൂട്ടയാ കൂട്ടം. അത് ഏതല്ലാന്ന്? നീലേശ്വരത്ത് കുറങ്ങോൻ, പാലായി പരപ്പൻ ഇങ്ങനെ പരന്നിട്ട് പോകുന്നതാ. നടന്നിട്ടന്നെ കുഞ്ഞല്ലോ. എന്തിനാ അങ്ങനെയെല്ലാം വിളിക്കുന്നത്? നിങ്ങൾക്ക് എന്ത് പറ്റിയില്ല അത് പറ, നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. ഇല്ല, ഇവിടെ കുറെ പഴയ തമ്പുരാക്കന്മാരും തമ്പുരാട്ടികളിലും ഉണ്ട്. എന്റെ ചരിത്രത്തിൽ അറിയാട്ടോ. അറിയാം, അവർക്കറിയാം. ഒന്നും കൂട്ട് വിളിക്കറോ? ഒരു മൂത്ത തമ്പുരാനുണ്ട് ഇവിടെ. എന്താ എനക്ക് പറ്റിയത്? എനക്കെന്ന് പറ്റിയത്? നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? പറഞ്ഞു കേട്ട് കേൾവിണ്ട. ആവട്ടെ. അങ്ങനെ ഞാന് ഇവിടെ ശൈത്താനില്ലേ, പേരറിയോ? എനക്ക് അങ്ങനെ വിളിക്കാൻ അറിയോ? തെയ്യത്തിന്റെ പേര്, തെയ്യത്തിന്റെ പേരെന്തെന്ന്? ആ, അങ്ങനെയുള്ള ഒരു തയ്യുണ്ട് ഇവിടെ. തയ്യം, തയ്യം, അങ്ങനെയുള്ളൊരു തയ്യുണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങ ഇവിടെ ഈ നെല്ല് കുത്താൻ വേണ്ടിയിട്ട് ഇവിടെ നെല്ല് കുത്തുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതായിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങൾ കുറേ പെണ്ണുങ്ങളിലും വരും, പള്ളിയിൽ നിന്നെല്ലാം വരും. ഞങ്ങൾക്ക് അന്ന് എല്ലാത്തിനും കൂടാട്ടുവാ. തമ്പ്രാക്കളെ നമുക്കിങ്ങനെ എല്ലാത്തിനും കുറേശ്ശെല്ലാം കൂടാ. അപ്പൊ ഈ നെല്ല് കുത്ത ജോലി എന്നെയും കൂട്ടി. അപ്പൊ ഞാനിങ്ങനെ ഈ നെല്ല് കുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ പെണ്ണുങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട്. ഇങ്ങനെ ഇത് കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ വെളുത്തുനിന്ന് നോക്കല് അല്ലേ? അപ്പൊ ഇവിടുത്തെ ആ തയ്യം ഇത് കണ്ടു. എന്നിട്ട് ഇറക്ക് നിവേദിക്കേണ്ട ഭോജനം ഉച്ചിഷ്ടമാക്കി എച്ചിലാക്കി എന്ന് പറഞ്ഞിട്ട് എൻ്റെ നടുപ്പുറത്ത് പൊലക്കൊണ്ട് അടിച്ചൊരു പരുവത്തിലാണ് ഞാനില്ല. അങ്ങനെയാണ് ഞാനിപ്പോ ഈ പരുവത്തിലായിപ്പോയത്. അല്ല, ഞമ്മക്കിതൊന്നും അറിയില്ല. എന്നിട്ട് ചെമ്പ് കാശോ തട്ടോലം മേടിക്കാനെന്തെങ്കിലും ചെമ്പ് കാശിന്റെ ഒക്കെ തന്നെ ഞാൻ പോയി കൊള്ളട്ടോ. ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, ഇല്ല നേരെ പോയാലും അവിടെ കൂലറോടേക്ക് എത്തും. അങ്ങനെയാണ് എന്നെ വിളിച്ചെല്ലാരും. നടുവിന് നിങ്ങളെന്താ പറയുന്നത്? ഞങ്ങളെ ഈ നടുവേദനയും വെച്ചിട്ട് നിങ്ങൾ പയക്കെടുക്കണം. നിങ്ങൾ പാടറ എന്റെ തമ്പ്രാക്കൾക്ക് എന്താ വന്നിട്ട് ഒന്ന് ഈ നടുവേദനയിലൊക്കെ ചെറിയ സുഖം കിട്ടാനൊന്ന് പാടുവാ.
ഇങ്ങനെ ബേം പാട്ടുവാ എന്റെ ഉറൂസ് നടക്കുന്നത് എങ്ങനെ വെള്ളിയാഴ്ച നിനക്ക് വേ പോ കൊടുത്തു. 5 ഉണ്ട് 5 കൊടുത്തു. വാ അല്ല തമ്പ്രാക്കളെ 5 തമ്പ്രാട്ടിയാണ്. അപ്പൊ തമ്പ്രാട്ടിയല്ലേ എനക്ക് വേണ്ടിട്ട് പാടേ, എനിക്ക് ഇടുന്നല്ല ഇങ്ങനത്തെ അവസ്ഥയായത് അല്ലേ? അല്ല തമ്പ്രാട്ടി ഒന്ന് കേൾക്കട്ട് കിട്ടുക. അല്ല നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണടച്ച നീയാണ്, നെഞ്ചിനുള്ളിൽ നീയാണ് ഫാത്തിമ. അറിയില്ല ദൈവം പാലി ചെമ്പ് കാശ് പോയപ്പോല്ലാം കുറേശ്ശെ കുറച്ച് കൊണ്ടുവന്നു. കുറെ ശമനുണ്ട് തമ്പ്രാക്കളെ. എല്ലാരും പാടി തമ്പുരാട്ടി പാടി അല്ലേ? ഒരുപാട് സന്തോഷമായി എനിക്ക് കിട്ടുക. തമ്പുരാട്ടി പാടിയിട്ടാകുമ്പോ എനിക്കൊരാഗ്രഹം, ഞാൻ ശ്രമിച്ചാലോ. എൻ കണ്ണിന്റെ കടവ് തുറന്നാൽ കാണുന്നൊരു കൊട്ടാരത്തിൽ കാണന്റെ നാട് ഭരിക്കണ സുൽത്താനുണ്ട്, ആടി ആടി നാട് വാഴണ സുൽത്താനുണ്ട്, ഒരു സുൽത്താനുണ്ട്. എൻ കരളിന്റെ കരൾ തുറന്നാൽ കാണുന്നൊരു പൂങ്കാവിന്റെ മാണിക്യമണിയറ തന്നിൽ റാണിയുന്നുണ്ട്, വീണമോടെ വീണമീട്ടണ റാണിയൊന്നുണ്ട്, അത് റാണിയൊന്നുണ്ട്. എനിക്ക് അറിയില്ല, അതുകൊണ്ട് നല്ല പാട്ടല്ലേ. തമ്പ്രാക്കളെ
ഇതാ പ്രാക്കളെ എനിക്ക് ഇങ്ങനെ ഒരു പ്രചോദനം തന്നെയല്ലോ അല്ലേ? എൻ്റെ കുഞ്ഞു കുട്ടികളാണ് ഇത്. ഇതിനെ കൊണ്ട് ഞാൻ എന്താന്ന് പറയുന്നത്, നാളേക്കും ഇനിയും വരുന്ന കുഞ്ഞുങ്ങളെല്ലാം എൻ്റെ കൂടെ നിന്ന് ഇങ്ങനെ പാട്ടെല്ലാം പാടിച്ചിട്ട് എൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ. ഇതൊരു പ്രചോദനമായിട്ട് ഞാൻ ഇന്നെ തമ്പ്രാട്ടുകളെല്ലാം വിളിച്ചിട്ട് പാടിപ്പിച്ചാണ് കേട്ടോ. സന്തോഷമായ. പിന്നെന്താ എന്നോട് പറയാനുള്ളത്, എനിക്ക് ഉറൂസിന് പോകണം. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഘടികാരം എത്രയായി? ഘടികാരം ഇപ്പൊ അങ്ങോട്ട് ഉണ്ടാ? വാഹനം ഉണ്ടപ്പാ. എന്നാ വല്ല പോകാൻ കയറാം. വേറെ കൂട്ടാൻ വണ്ടിയാക്കിട്ട് വരാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകും. പയക്കെടുക്കുന്ന സന്തോഷത്തിനല്ല ആവട്ടെ. ഇങ്ങനെ മേൽവാറും 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 ഇരതായിരിക്കുന്ന ദൈവാദിനങ്ങളെ ഇങ്ങനെ കണ്ടു